ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിൽ നനഞ്ഞ ഈ നെല്ല് ഉണങ്ങിയിട്ട് വേണം ഇനി കൊയ്യാൻ. നനവൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പാടത്തിന്റെ കിഴക്കേ ബണ്ടിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോഴാണ് എനിക്ക് നീലാകാശവും പച്ചഭൂമിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയത്. അബ്സല്യൂട്ട് റിലാക്സിങ് മൊമെന്റ്. ഇവൻ ക്യൂട്ടായിട്ടുണ്ടല്ലേ, പക്ഷേ ഞാൻ അവനെ കൊഞ്ചിക്കാനൊന്നും പോയില്ല. മരിച്ചാലും മരിച്ചില്ലേലും ഇന്ന് അടക്കെന്ന് പറയുന്ന പോലെ നനവ് പോയാലും ഇല്ലേലും ഇന്ന് തന്നെ കൊയ്യും എന്നുള്ള പ്ലാനിൽ മെഷീൻ അങ്ങോട്ട് ഇറങ്ങി. ഈ 3 ഏക്കർ കൊയ്യാൻ 4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ലോജിക്കലി അങ്ങോട്ട് ദഹിക്കത്തില്ല. പക്ഷേ മഴ നമുക്ക് സമ്മാനിക്കുന്നത് ഇതും ഇതിനപ്പുറമുള്ള സിറ്റുവേഷൻസ് ആണ്. ബുബാലിസിനെ പേടിച്ച് ഞാൻ ഈ ജലമാർഗം സ്വീകരിച്ചു. എത്ര കണ്ടാലും മതിയാവുകയല്ലേ. ഇങ്ങനെ പ്രകൃതിയിലെ സ്വാഭാവികമായി വളരുന്ന ചെടികൾ എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരുപാട് ഇഷ്ടമാണ്. പാടത്തേക്ക് ഇറങ്ങേണ്ടെന്നായപ്പോൾ എനിക്ക് ഇവനുമായിട്ട് ഈ പറമ്പ് ഒന്ന് ഷെയർ ചെയ്യേണ്ടി വന്നു. ഞാനൊരു മൂലയ്ക്ക് മാറി ഒതുങ്ങി കൂടി നിന്നു. ഇവൻ ഫ്രീലാൻസർ ആണെന്ന് തോന്നുന്നു, കണ്ടില്ലേ, ഇവൻ ഒറ്റയ്ക്കാണ്. ഇന്നലെ സ്റ്റോർ ചെയ്തിട്ട നെല്ല് ഹതഭാഗ്യവശാൽ നനഞ്ഞു. അത് ഉണക്കാനായിട്ട് കുറച്ച് പഴുതി എടുത്തുകൊണ്ട് വരാൻ എന്നോട് പറഞ്ഞു. തിരിച്ചു വരുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ കല്ലുകെട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതിന്റെ ടെക്നിക്ക് ഒന്ന് പഠിക്കണമെന്ന്. ഈ വളംചാക്കുകൾ എസ്തറ്റിക് ആയിട്ടുണ്ട്. വീശുകാരൻ മീനുമായി പാടത്ത് നിന്ന് മടങ്ങുന്നു. ഞാൻ പ്രത്യുത സൈറ്റിലെത്തി. നെല്ലിടുമ്പോൾ നമ്മളത് അറിഞ്ഞിരുന്നില്ല. ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ നെല്ലിട്ടത്. ഈ സൈഡിൽ കൂടെ മഴവെള്ളം ഒഴുകുന്ന ഒരു സ്വാഭാവികമായ ചാലുണ്ട്. ആ ഭാഗത്ത് താഴെയുള്ള നെല്ലാണ് നനഞ്ഞത്. മുകൾ ഭാഗത്തെ നനയാത്ത നെല്ല് വേർതിരിച്ച് നനഞ്ഞ നെല്ല് മാത്രം നമുക്ക് നിരത്തിയിട്ട് ഉണക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നെല്ലിൽ അവശേഷിക്കുന്ന ചെറിയ ചെറിയ തണ്ടുകൾ നമ്മൾ ഇവിടെ നീക്കം ചെയ്തിരിക്കുന്നു. ഉണങ്ങുന്ന പ്രോസസ്സ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.